ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമാണെന്ന് തെളിയിച്ചുകൊണ്ട് ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ സംഘടന ആദ്യമായി തങ്ങൾക്ക് സംഭവിച്ച കനത്ത നഷ്ടം സമ്മതിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. തന്റെ 75ാം ജന്മദിനത്തിൽ ധറിൽ നടന്ന റാലി അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മോദി ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമാണെന്ന് തെളിയിച്ചുകൊണ്ട് ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ സംഘടന ആദ്യമായി തങ്ങൾക്ക് സംഭവിച്ച കനത്ത നഷ്ടം സമ്മതിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്റെ 75ാം ജന്മദിനത്തിൽ ധറിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മോദി ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഒരു ഉന്നത ജെയ്ഷെ കമാൻഡറുടെ കുറ്റസമ്മതം ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധ നയത്തിന്റെ തെളിവാണെന്നും ഇന്ത്യ ആരുടെയും ആണവ ഭീഷണികളെ ഭയപ്പെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ ഭീകരർ നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ദൂരം തുടച്ചുമാറ്റി. ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി ഭീകര ക്യാമ്പുകൾ നശിപ്പിച്ചു. ഇന്നലെ മറ്റൊരു പാകിസ്ഥാൻ ഭീകരൻ കണ്ണീരോടെ തന്റെ ദുരിതം വിവരിക്കുന്നത് രാജ്യവും ലോകവും കണ്ടു എന്നാണ് മോദി പറഞ്ഞത്. ഇത് പുതിയ ഇന്ത്യയാണെന്നും സ്വന്തം വീടുകൾക്കുള്ളിൽ തീവ്രവാദികളെ ആക്രമിക്കാൻ ധൈര്യമുള്ള രാഷ്ട്രമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസയുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്തെത്തിയിരുന്നു. പ്രിയ സുഹൃത്ത് നരേന്ദ്ര എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആശംസ. മോദി ഇന്ത്യയ്ക്കായി പല നേട്ടങ്ങളും കൈവരിച്ചുവെന്നും ഇന്ത്യയും ഇസ്രയേൽ സൗഹൃദത്തിലും ഒരുപാട് മുന്നോട്ടു പോയി എന്നും നെതന്യാഹു പുകഴ്ത്തിയിരുന്നു. വൈകാതെ നേരിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നതായും നെതന്യാഹു വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. നിരവധി ലോക നേതാക്കളാണ് മോദിക്ക് ആശംസ അറിയിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് വിളിച്ചാണ് നരേന്ദ്രമോദിയെ ജന്മദിനത്തിൽ ആശംസ അറിയിച്ചത്. യഥാർത്ഥ നേതൃത്വം എന്നാൽ മോദി എന്ന് അമിത് ഷായും പ്രശംസിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.